അതൊരു അതിമഹാ സംഭവമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, 1,00,000 രൂപ കിട്ടുന്ന ഒരു വ്യക്തിന്റെ ലൈഫ് സ്റ്റൈൽ പോലും ഒരു സാധാരണക്കാരന്റെ ലെവലിലോട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നത്തെ സമയത്ത്. നമുക്ക് ഇപ്പോഴും 1000 രൂപക്ക് ഒരു 15 കൊല്ലം 20 കൊല്ലം ഒരു വർഷവും മുന്നുണ്ടായിരുന്ന അതേ വാല്യൂ ആണ് ഇന്ന് പല ആൾക്കാരുടെ മൈൻഡിന്റെ ഉള്ളില്. 1000 രൂപ എന്ന് പറയുമ്പോ 20 കൊല്ലം മുന്നേ എന്താണോ 1000 രൂപനെ കണ്ടിരുന്നത് അതുപോലെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അവസാനം നമ്മൾ അങ്ങനെ കിട്ടുന്നതിന് താങ്ക്സ് പറയണ്ടെന്നോ നന്ദി പറയണ്ടെന്നല്ല, 100% ഒരു രൂപ ഒരു പൈസ കിട്ടുകയാണെങ്കിൽ പോലും അതിന് നന്ദി പറയണം. അതേ സമയത്ത് കാലഘട്ടത്തിനനുസരിച്ച് 2025 ഇന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധം നമുക്ക് വേണം. അതേസമയത്ത് നമ്മളിപ്പം 2000 കുത്തിരിക്കുകയാണ് പല ആളുകളും. 1000 കിട്ടുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് എപ്പോഴാണ് പിന്നെ ഒരു പ്രതിസന്ധിയായിട്ട് മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സ്വന്തം മക്കളുടെ കല്യാണം, വീട്, കാര്യങ്ങൾ, അത്തരത്തിലുള്ള വലിയൊരു എമൗണ്ട് ചെറിയ 6 മാസം കൊണ്ടൊക്കെ എടുക്കേണ്ട ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് എനിക്ക് കിട്ടിയിരുന്ന 1000 ഒന്നും അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാവുക. ആ സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം, 1,00,000 രൂപ വരുമാനം കിട്ടിയാൽ പോലും ഒരു ആവറേജ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ സാധാരണക്കാരനെയും റിച്ച് ആയിട്ടുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുടെയും ലൈഫ് സ്റ്റൈലിൽ ഇന്ന് സാധാരണക്കാരനും പാവപ്പെട്ടവനും ഏറ്റെടുത്തിരിക്കുക. ഇതൊക്കെ ഏറ്റെടുത്ത് നമുക്ക് ലൈഫ് സ്റ്റൈൽ വേണം എന്നാലാണെങ്കിലോ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കിട്ടിയ അവസരത്തിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് നിർബന്ധമാണ്. നമ്മൾ കിട്ടുന്ന വരുമാനം എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അതിന്റെ കൂടെ അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ജോലിന്റെ കൂടെ ചെയ്യുന്ന ആളുകൾ ചെയ്യാം, ശക്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ടീമിനെ നമ്മൾ വാർത്തെടുത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരാം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പ് ഉള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ലീഡർഷിപ്പ് ഉള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തിന് അദ്ദേഹത്തിന്റെ ഓരോ പൊസിഷനും ലെവലിനനുസരിച്ച് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വർക്കുകൾ നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തി ലീഡറായി മാറാൻ പോകുന്നില്ല. നമ്മൾ ലീഡർമാരെ നമ്മുടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പട്ടിയോട്ടക്കാരനായിട്ട് മാറും. ചിലപ്പം വലിയ വലിയ പിന്നുകളിലുള്ള ആളുകളൊക്കെ ടീമിലുണ്ടാവാം, പക്ഷെ ഇവരെ കൊണ്ടൊന്നും നമ്മള് തുടക്കത്തിലെ നമ്മൾ ഓരോ ലെവലിനനുസരിച്ച് നമ്മൾ കൈമാറി കൊടുത്തിട്ടില്ലെങ്കിൽ അവരും വളരൂല. നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു വലിയൊരു എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്തിട്ടും തികയാത്തൊരു വ്യക്തിയായിട്ട് മാറുന്ന ഒരു കണ്ടീഷൻ നമുക്ക് വരുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. താഴത്ത് വരുന്ന അയാളുടെ എഡ്യൂക്കേഷൻ എന്താണോ അതൊന്നും നമ്മൾ നോക്കണ്ട. അയാളുടെ പിൻ ലെവലുകൾ മാറുന്നതിനനുസരിച്ചും ചില ആളുകളുണ്ടാവും ചിലപ്പം വലിയ രീതിയിൽ ഇൻവോൾവ്ഡ് ആകാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടോ 1 വർഷം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ TC ആവുന്നത്. പക്ഷെ നല്ല കഴിവുണ്ടാവും. പക്ഷെ അത്തരത്തിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് പ്രസന്റേഷൻ ലെവലിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പം ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്, ബിസിനസ് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് കയറി വരും, അതേ സമയത്ത് കുറെ സമയം ബിസിനസ്സിൽ ഉണ്ടാവില്ല, പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഹെൽത്ത് പ്രസന്റേഷനും പ്ലാൻ പ്രസന്റേഷനൊക്കെ നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഗുണങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, ആ വ്യക്തി ആ ടീച്ചർ എന്ന ആ വ്യക്തി എന്ത് ചെയ്യാണ്, ബിസിനസ്സിൽ ചെറിയ സമയം കൊണ്ട് തന്നെ ഡെവലപ്പായി മുന്നോട്ട് വരികയാണ്. അതേ സമയത്ത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ നല്ലൊരു ലീഡറെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു പ്രസന്റേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു DC ATC ആവാൻ വേണ്ടി കാത്തുകയാണ്. ചില ആളുകൾ ഫാസ്റ്റ് ആയിട്ട് കടന്നു വരും, 3 മാസം കൊണ്ട് TC ആവും, ഓക്കെ, അങ്ങനത്തെ ആളുകൾ ഓക്കെ. അതേ സമയത്ത് 1 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ടൊക്കെ ആവുന്ന ആളുകളെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ നമ്മൾ ഒരു പ്രസന്റേഷൻ ലെവലിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. അതിൽ കൂടെ ഞാൻ ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഞാൻ കൂടുതലൊന്നും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഒരാളും നമുക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ പല മീറ്റിങ്ങിലും പറയുന്ന ഒരു കാര്യമാണ്, പൈസന്റെ കാര്യത്തിൽ നമ്മൾ ഇൻഡിവിജ്വലാ, ഒറ്റക്കാ. അവിടെ അച്ഛനെന്നോ അമ്മയെന്നോ എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മള് സ്വന്തം പാപ്പന്റെ കയ്യിൽ നിന്ന് പോലും 1,00,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് തിരിച്ചു ചോദിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, പൈസന്റെ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കാണ്. അപ്പം ഇവിടെ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇനി ആരൊക്കെയോ വരാനുണ്ടെന്ന് ഒരു ഫീലിംഗിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ് വലിയൊരു ലോഡായി ഒരു ഭാരമായി മാറുന്നത്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു മാർഗം നിങ്ങളുടെ മുന്നിൽ ഇനി എന്ത് വരാനെന്ന് സ്വയം ചിന്തിച്ചു നോക്കാം നമ്മൾ ഓരോരുത്തരും.
അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഓപ്പർച്യൂണിറ്റിയെ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പല ആളുകളും പല പ്രോഗ്രാമുകളോ അല്ലാന്നുണ്ടെങ്കിൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫില് എല്ലാ ആളുകൾക്കും വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളിലുണ്ട്. പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ ഇടാൻ തുടങ്ങും. വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഉള്ളിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. സ്വപ്നങ്ങൾ ഇല്ലാത്ത ആളുകൾ ഉള്ളിൽ വലിയ വലിയ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷനും കൂടെ ഇടാൻ തയ്യാറാവുക. ആ സമയത്ത് മാത്രമാണ് വിചാരിച്ച ഈ പറയുന്ന സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരു മൂഢസ്വർഗത്തിൽ ഈ സ്വപ്നം കണ്ട് മാത്രം നടന്നിട്ട് കാര്യമില്ല. അതിന് വേണ്ടുന്ന 100% ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷൻ ഇട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, അത് നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാ ആളുകൾക്കും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങളും ഒക്കെ അച്ചീവ് ചെയ്ത്, നമുക്കറിയാം ഈ ഒരു RTC എന്ന് പറയുന്ന പൊസിഷന് തുടക്കക്കാരൻ ബിസിനസിന്റെ വലുപ്പം കണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഇപ്പൊ ഒരു 100 സ്റ്റെപ്പ് ടോട്ടൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് 3-4 സ്റ്റെപ്പ് ആയിട്ടുള്ളൂ, ബാക്കി മുകളിലോട്ട് കിടക്കുക. അപ്പൊ ആ തിരിച്ചറിവോട് കൂടി തന്നെ ഒരു കാര്യം കൂടി ഉണർത്താണ്, ഏത് പൊസിഷനിൽ എത്ര വലിയ പൊസിഷനിൽ നിങ്ങൾ അച്ചീവ് ചെയ്താലും ഒരിക്കലും ആ പൊസിഷന്റെ അഹങ്കാരം ഉള്ളിൽ ഒരിക്കലും ഒരു നുരുമ്പ് പോലും ഒരാൾക്കുണ്ടാവാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ വലിയ രീതിയിലുള്ള റെക്കഗ്നേഷന് നമുക്ക് സ്റ്റേജിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത് വെറും നമ്മുടെ ഒരു അംഗീകാരം മാത്രമാണ്. ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി അത് ആ സാധനം പൂർണ്ണമായിട്ട് നമ്മൾ ഇറക്കി വെക്കണം. മൈൻഡിന്റെ ഉള്ളിൽ അത്തരത്തിലുള്ള, എന്റെ ബിസിനസ് ഓർഗനൈസേഷനിൽ പോലും ഞാൻ കണ്ടുള്ള ഒരു സാധനമാണ്, പിൻ ലെവലിൽ മാറിയ സമയത്ത് ഇത്തരത്തിലുള്ള തലക്കനം കൂടിപ്പോയതിന്റെ പേരിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചു. അപ്പൊ ഇത് നമ്മൾ ഓരോ ആളുകളും തിരിച്ചറിയാം. പിൻ ലെവല് മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറും TC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, DTC ആയിക്കോട്ടെ, RTC ആയിക്കോട്ടെ, ഇതൊക്കെ തുടക്കം മാത്രമാണ് ഈ ബിസിനസിന്റെ. ഇപ്പൊ മുബിൻ സാറിന്റെ കഴിഞ്ഞ ദിവസം സ്പീച്ച് നമ്മൾ കേട്ടതാണ്, 12 വർഷം കഴിഞ്ഞു ബിസിനസ് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയും. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയാണ് ഇവിടുന്ന് വലിയ ഗ്രോത്ത് വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഒരു RTC ആയിക്കോട്ടെ, ഈ ലെവലിലുള്ള ഒരാളാണെങ്കിൽ ആ പിൻ ലെവൽ എന്ന് പറയുന്നത് ആ റെക്കഗ്നേഷനോട് കൂടിയാണ് ഇറക്കി വെക്കുക. എന്നിട്ട് പഴയ ഒരു അവസ്ഥ എന്താണോ, നമ്മളൊരു നോർമൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു കണ്ടീഷൻ, ആ ലെവലിലോട്ട് നമ്മൾ നിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പിന്നിലോട്ട് വളരെ ഈസി ആയിട്ട് ഓരോ ആളുകൾക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ അഹങ്കാരവും സംഭവങ്ങളും ഒന്നും നമ്മളെ മൈൻഡിൽ ഇല്ലാന്ന് പറഞ്ഞു. അത്തരത്തിൽ 100% കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെ നമ്മുടെ ഗ്രേറ്റ് ലീഡറും നമ്മുടെ മെന്ററായിട്ടുള്ള അൽത്താഫ് സാർ. ഈ അൽത്താഫ് സാറിനെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് എല്ലാവർക്കും ഉള്ളത് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊമോട്ട് ചെയ്ത് എന്ന് കരുതിയിട്ട് ഞാൻ എന്ന വ്യക്തി എന്റെ ഒരു ഓർഗനൈസേഷനിൽ ഒരു 1-to-1 വർക്കിന് വേണ്ടി ഞാൻ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ പൊസിഷനിൽ നിൽക്കുന്ന ലെവലുള്ള ആളുകളെ നമ്മളെ പൊസിഷൻ ചെയ്ത് കണ്ട് നമ്മൾ പഠിക്കാം, നമുക്ക് ഒരു അറിവ് വേണം. അതേ സമയത്ത് ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ NDസിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി വെച്ചിട്ട്, ഒരു കുഞ്ഞു പരിപാടി വെച്ചിട്ട്, ഒരു ചെറിയൊരു ഹോം മീറ്റിംഗ് ആണ്, ആ ഹോം മീറ്റിംഗിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ആ NDസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളുമാണ് ഒരു ഹോള് വിളിച്ചിട്ട് ആ ഹോളിലോട്ട് അത്രയും ആളുകളെയും ഈ പറയുന്ന നമ്മൾ വീട്ടില് ആരാണോ ഉദ്ദേശിച്ച ആൾക്കാരെയും കൂടി കൊണ്ടുവരുന്നത്. അതായത് നമ്മളുടെ പൊസിഷന് വാല്യൂ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ ആളുകളും നമ്മൾ ഈ ബിസിനസ്സിനെ കാണേണ്ടത്. അപ്പൊ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയാണ്, എല്ലാ ആളുകൾക്കും ശക്തമായിട്ടുള്ള രീതിയിൽ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത് എല്ലാ സ്വപ്നങ്ങളും നേടാനുള്ള ഒരു കഴിവും ശക്തിയൊക്കെ സൃഷ്ടാവ് തരട്ടെ എന്ന് ആശംസിക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ കേട്ടിട്ടുള്ള എല്ലാ ഓഡിയൻസിനും അതുപോലെ തന്നെ എന്റെ ലീഡേഴ്സിനും ഡൗൺലൈൻസിനും പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ കൺഗ്രാചുലേറ്റ് ചെയ്യാണ്. എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.